ഫോണിലൂടെ ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നത് കൊറിയയിലെ എൻ്റെ സുഹൃത്ത് അയാളുടെ ഭാഷയിൽ കേട്ടാലോ? വെറുതെ പറഞ്ഞതല്ല, ഇത് സാധ്യമാക്കുന്നതാണ് പുതിയ സാംസങ് ഫോൺ. അത്രയ്ക്ക് ഗംഭീരമാണോ പുതിയ ഗാലക്സി S24 സീരീസ്? ഐഫോണിന് ഇത് തിരിച്ചടിയാകുമോ? ഗാലക്സി AI ഫീച്ചർ തന്നെയാണ് പുതിയ സാംസങ് S24 ഫോണുകളുടെ ഹൈലൈറ്റ്. ലൈവ് ട്രാൻസ്ലേറ്റിനൊപ്പം നോട്ട് അസിസ്റ്റ് എന്ന പുത്തൻ ഫീച്ചറും AI സഹായത്തോടെ പ്രവർത്തിക്കും. ഗൂഗിളിൻ്റെ ജനറേറ്റീവ് AI ആയ ജെമിനിയുടെ കരുത്തിലാണ് ഗാലക്സി AI മികവ് കാട്ടുക. ഗാലക്സി S24, 24 പ്ലസ്, 24 അൾട്ര ഫോണുകളുടെ ഡിസൈനിൽ പക്ഷേ കാര്യമായ മാറ്റമില്ല. ക്യാമറ മികവിൽ 24 അൾട്ര പ്രതീക്ഷയുടെ ഒരു പടി കൂടി മുന്നിലാണ്. 200 മെഗാ പിക്സലാണ് പ്രധാന ക്യാമറ, 15 മെഗാ പിക്സൽ ടെലിഫോട്ടോ ക്യാമറ, പിന്നെ 12 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറ, ഒപ്പം മറ്റൊരു 10 മെഗാ പിക്സൽ ക്യാമറയും. കൂടുതൽ അടിപൊളി ഫോട്ടോകൾ പകർത്താം. മറ്റൊരു സവിശേഷത സ്നാപ്ഡ്രാഗൺ 8 Gen 3 പ്രോസസ്സറാണ്, അതും 12 GB റാമിൽ. പക്ഷേ ഇന്ത്യക്കാർക്ക് നിരാശയുടെ വാർത്തയാണ്. ഇന്ത്യയിൽ ഇറങ്ങുന്ന ഫോണുകളിൽ ഉപയോഗിക്കുക എക്സിനോസ് പ്രോസസ്സറാകും എന്നാണ് റിപ്പോർട്ട്. ഇനി വിലയുടെ കാര്യത്തിലേക്ക് വരാം. അടിസ്ഥാന വില 1,30,000 രൂപ, കൂടിയ മോഡലിൻ്റെ വില 1,60,000. അതെ, ആപ്പിൾ 15 സീരീസ് ഫോണുകളുടെ സമാന വില. കൂടുതൽ ഫീച്ചർ, ആപ്പിൾ ഫോണിൻ്റെ അതേ വില. ഈ സന്ദേശമാണ് സാംസങ് നൽകുന്നത്. സാംസങ് S24 സീരീസ് ഫോണുകൾ ആപ്പിളിന് കനത്ത വെല്ലുവിളി ഉയർത്തുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. സ്മാർട്ട് ഫോൺ നിർമ്മാണത്തിൽ സാംസങ്ങിനെ കഴിഞ്ഞ ദിവസം മറികടന്ന ആപ്പിളിനെ പിടിച്ചുകിട്ടാൻ 24 സീരീസ് ഫോണുകളിലൂടെ കഴിയുമെന്നാണ് കൊറിയൻ ബ്രാൻഡിൻ്റെ കണക്കുകൂട്ടൽ. വെല്ലുവിളി മറികടക്കാൻ ആപ്പിൾ എന്ത് ചെയ്യുമെന്ന ആകാംക്ഷയിലാണ് ഗാഡ്ജറ്റ് പ്രേമികൾ.